കർത്താവിൻ്റെ കയ്യിൽ ആളുകൊണ്ട്, അർത്ഥമുണ്ട്, എപ്പോൾ കൊടുക്കണമെന്നറിയാം, എങ്ങനെ കൊടുക്കണമെന്നറിയാം. പക്ഷെ നമ്മൾ മേടിക്കത്തില്ലല്ലോ. നമ്മുടെ ഫ്രോഡ് പരിപാടിയും സ്വഭാവം കാരണം വാങ്ങിക്കാൻ അനുവദിക്കരുത്. കുറച്ച് സമയത്ത് ഇങ്ങനെ ഉശിരോടുകൂടി പ്രാർത്ഥിച്ചും പത്രം കൊടുത്തൊക്കെ നടക്കും. 2 ആഴ്ച കഴിയുമ്പോൾ സങ്കരം പിന്നെയും തെങ്ങെ തന്നെ. പ്രാർത്ഥനയും കുറഞ്ഞ് പിന്നെ ഉറക്കമായി. പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 7 മണിയായി, തീർന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ഡിസിപ്ലിൻ ലൈഫ് നമ്മൾ ആദ്യം ദൈവമായിട്ടുള്ള റിലേഷൻ ഉറപ്പ് വരുത്തണം. ഇത് ഉടമ്പടിയിലെ സീരിയസ് വിഷയമാണ്. കാര്യം മുന്തിയ നിലവാരമുള്ള സാക്ഷ്യാനുഭവങ്ങൾ തരാൻ ദൈവം തയ്യാറാണ്, പക്ഷെ മേടിക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു ദുരന്തമായ സത്യം. തരാൻ ദൈവം തയ്യാറാണ്, പക്ഷെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറല്ല. കാര്യം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെയും ദിവ്യ പഴയതുപോലെ ഭംഗിയായിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരും. അവൾ വന്ന് ഉടമ്പടി എടുക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴാണ് ഇവൾക്ക് പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്നത്. എങ്ങനെയാണ്? ജർമ്മൻ പഠിക്കാൻ, ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പോസ്റ്റ് BSc പഠിക്കാൻ വേണ്ടി സ്പോൺസർ ആകണത്. പക്ഷേ ആ സ്പോൺസർ ആണെങ്കിലും ഈ ഉടമ്പടി പിന്നീട് ആൾ പിന്നെ പതുക്കെ ഉഴപ്പും. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പും. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്നാ പറ്റണമെന്നറിയാമോ? നിങ്ങളെപ്പോഴും ഉള്ള വിഷയം എന്ന് പറയണത്, നമ്മൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു അത്യാവശ്യം നമ്മളെ തിരക്കി നമ്മൾ ഇങ്ങനെ വറയിട്ടോണ്ടിരിക്കണം വിചാരിച്ചോ. ഇപ്പോൾ വറയിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിയും കടുകിട്ട്, പക്ഷെ ചട്ടകം കാണാനില്ല. നമ്മൾ വറയിട്ടോണ്ടിരിക്കുകയാണ്. എണ്ണയിട്ട്, എണ്ണയ്ക്ക് സ്റ്റവ് കൊടുത്ത് അതിന് കടുകിട്ട് പിന്നെ ഉള്ളിയിട്ട് ഇരിക്കുമ്പോൾ സമയത്ത് അയ്യോ ചട്ടകം എന്തേന്ന് തിരക്കും, ചട്ടകം കാണാനില്ല. പിന്നെ അവിടെ കിടന്ന് കാറിക്കൂവി ലോകം മുഴുവനും പുളർന്ന് ചട്ടകം ഇടുന്നെങ്കിലും ഒപ്പിച്ചെടുക്കും. 2 ഇളക്കിളക്കിയിട്ട് പിന്നെ ചട്ടകം എവിടെ വെക്കണമെന്ന് ആ ബോധമില്ല, ചട്ടകം പോയി. അടുത്ത വറയിടുമ്പോഴാണ് ചട്ടകം തിരക്കണത്. പിന്നെ ഈ മന്ദബുദ്ധിയുടെ പ്രശ്നം അതാണ്. കാര്യം ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ചട്ടകം ഡിസ്പോസ് ചെയ്യും. ചട്ടകം എവിടെ വെച്ചെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. അവർ ചോറും വിളമ്പി ആ പാത്രവും കഴിയൊക്കെ വെച്ച് പിന്നെയും ഒരു പ്രശ്നം വരുമ്പോഴാണ് അയ്യോ ചട്ടകം എന്തേന്ന് തിരക്കണത്. അതുപോലെയാണ് പലപ്പോഴും ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഓരോ വിഷയം നേടിക്കഴിയണവരെ ആക്രാന്തം കാണിച്ച് കർത്താവിൻ്റെ കൂടെ നിൽക്കും. നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടമ്പടി ഉപേക്ഷിക്കും. പിന്നെ കുർബാനയില്ല, കുമ്പസാരമില്ല, അതുപോലെ തന്നെ ഉപയോഗപ്രവർത്തനങ്ങളില്ല, അതിനായ സന്ദർശനമില്ല. ഇങ്ങനെ പിന്നെയും സാധനം താഴേക്ക് വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയിക്കോട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാം കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഉള്ളത് ഉടമ്പടിയിൽ പലതും. പലർക്കും പറഞ്ഞ അബദ്ധം ദൈവത്തിനറിയാം. ഇതെല്ലാം കാണിച്ചു കൂട്ടുകയാണ്. എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന വരും. അല്ല, ആത്മബന്ധവും ആ ദൈവിക സ്വഭാവത്തിലേക്ക് ആ വ്യക്തി പ്രക്രിയപരമായിട്ട് വളർന്നു വരണത് ഒന്നും ഇല്ല സംഭവം. അതുതന്നെ ഇവക്കും സംഭവിച്ചത്. പക്ഷെ ഈ ഒറ്റ നടക്ക പോകത്തില്ല. റൈറ്റിങ് ഒരു പരീക്ഷ പോയി എഴുതി, ഗോവയിൽ പോയി എഴുതിയതാണ്. ഉടമ്പടി ഉഴപ്പി ഒരു പരീക്ഷ എഴുതിപ്പോയി, ഗോവയിൽ പോയി എഴുതി. 4 മൊഡ്യൂൾസാണ് ഉള്ളത്. റൈറ്റിങ്, സ്പീക്കിംഗ്, റീഡിങ്, ലിസണിങ്. പാവം 4ലും തോറ്റ്, കാശും പോയി. 1 ലക്ഷം രൂപ വേണം ഇതൊക്കെ എടുക്കണമെങ്കിൽ. ഇങ്ങനെ തോക്കണനുസരിച്ച് 1 ലക്ഷം പോയിക്കൊണ്ടിരിക്കും. ഇല്ലാത്ത വീട്ടിൽ നിന്ന് മാന്തി തിരികണത്. അപ്പനും അമ്മയും രോഗിയായി. അപ്പോൾ ഒരേ കളിയും കച്ചവടം പോണ സംഭവമേ. എന്തെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ഇങ്ങനെ ചൂണ്ടയിട്ട് ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കാമെന്നും പറഞ്ഞ് ചൂണ്ടയിടാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിക്ക് വരുന്നത് ചില ആൾക്കാർ വന്നത്. വലിയ മീൻ പിടിച്ചത് അവസാനം നിങ്ങളെയും കൊണ്ട് അത് പോകും.
അതാണ് വിഷയം. അപ്പോൾ ബുദ്ധി മോശവ, അടിവലിവ ഒന്നും ഉടമ്പടി കാണിക്കരുത്. ദൈവത്തോടാണ്. എന്തെങ്കിലും നേടിയെന്ന് പറയുമ്പോൾ പിന്നെ പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ആദ്യം കാണിച്ച തീഷ്ണതയില്ല. ഏറ്റവും വലിയ ഗതികേട് ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയണത്. നിങ്ങൾ വിചാരിക്കണം ദൈവം നോക്കണില്ലെന്നാണ്. ദൈവം നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയണം. നിങ്ങളുടെ ആത്മീയ വളർച്ചയും തളർച്ചയും ദൈവം അസസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബൈബിൾ തീരാൻ നേരത്ത് ഇങ്ങനെ പറയണത്, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്നില്ലെന്ന് പറയണില്ലേ? ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ട് അല്ലേ? വെളിപാട് 2 പറഞ്ഞ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഏതവസ്ഥയിൽ നിന്നാണ്? അധപ്പതനം എന്നാ വിളിക്കണത് ഈ സംഭവത്തിന്. ഉടമ്പടിയിൽ എന്തെങ്കിലും തരത്തിൽ നിനക്ക് പാളിച്ച പറ്റിയ ദൈവം അതിനെ വിളിക്കണ പേര് അധപ്പതനം എന്നാണ്. ഈ അധപ്പതനിച്ച് വാദപ്പനിയും പിടിച്ച് പോയിരിക്കുന്ന പണ്ടാരത്തിന് ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. അധപ്പതിച്ച സാധനമാണത്. അതുകൊണ്ട് ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുവാൻ, ആ അവസ്ഥ വീണ്ടെടുക്കേണ്ടി വരും. ഇപ്പം 3-4 തോറ്റില്ലേ, പിന്നെ ഇവളിനെ തോക്കും. 2 കൊല്ലം മൊത്തം തോക്കുമ്പോൾ കുടുംബം വെളുത്ത് വരും. പിന്നെ ഉടമ്പടി ഇവിടെ കറക്റ്റ് ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ലേ? ഉടമ്പടി പോലെ ടൈം ഷോർട്ട് ചെയ്യണ ഒരു സംഭവം ലോകത്ത് ഇന്ന് വരെ ഇല്ല. ടൈം ഇങ്ങനെ തോറ്റ് ലാഗ് ചെയ്യുമ്പോൾ അർത്ഥം എന്താണ്? ആ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലെന്നാണ്. എന്താണ് ഉടമ്പടിക്ക് പകരം എന്തോ ഉടായിപ്പാണ് ഇവൾ ചെയ്തിരിക്കണത്. പിന്നെ ഇവൾക്ക് ചില ആൾക്കാർ 3ാമത് പുതുക്കിയാലേ പഠിക്കത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അച്ഛൻ്റെ ടോക്ക് നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കണമെന്ന്. അച്ഛൻ്റെ ടോക്ക് കേൾക്കാതെ വരുമ്പോഴാണ് പതുക്കെ ഈ കാര്യം അറിയാതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ഉപ്പുതൂളലുമായിട്ട് അവസാനിപ്പിക്കും. ഇത് ഒന്നും അറിയണില്ലല്ലോ, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. അത് 2 കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഹോംവർക്കായിട്ട്. ഒന്ന്, ഉടമ്പടി ധ്യാനം കൂടണം എല്ലാ ചൊവ്വാഴ്ചയും. അത് ഷെയർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് ഷെയർ ചെയ്യണം. ആദ്യമായി കൃപാസനത്തിൽ ഈ സദസ്സിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയാണ്. എൻ്റെ പേര് നീരജ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രചോദനമായത്. തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഔസേപിതാവിൻ്റെ തീർത്ഥകേന്ദ്രം കൂടിയാണ് പാവർട്ടി ഇടവക. അപ്പം ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 22 ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ. ഞാൻ എൻ്റെ MBBS കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. 2024 ഹൗസ് സർജൻസി കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ളൊരു പ്ലാനായിരുന്നു എനിക്കും. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, ഡോക്ടറാവാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, വീട്ടിൽ ചിക്കനായാലും മീറ്റായാലും വാങ്ങുമ്പോൾ അത് കണ്ടാൽ തലയിറങ്ങി വീഴുന്ന മനുഷ്യനായിരുന്നു ഞാൻ. ഞാനാണ് ആദ്യമായി തന്നെ ഫസ്റ്റ് ഇയർ MBBSന് കയറി അനാട്ടമി ഹാളിൽ മനുഷ്യ ശരീരം ഗ്ലൗസൊന്നും ഇല്ലാണ്ട് ഡിസെക്ഷൻ ചെയ്യാൻ പഠിച്ചത്. ഒരു വട്ടം പോലും തലയിറങ്ങി വീണിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം ഒരു വട്ടം പോലും തോൽക്കാതെ പാസ്സായി. ഉപരിപഠനം ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ വിദേശത്ത് പോകാനായിരുന്നു. കാരണം പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നെ വിദേശത്ത്, പ്രത്യേകിച്ച് UK NHS എന്ന് പറയും അവിടെ, അവരെന്നെ സ്പോൺസർ ചെയ്തിട്ട് ഉപരിപഠനം നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ എക്സാമിനെ പ്ലാബ് എന്ന് പറയും. അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ആദ്യമായി തന്നെ നഴ്സുമാരൊക്കെ എഴുതുന്ന OET എക്സാം എഴുതി ക്ലിയറായി. പിന്നെ പ്ലാബിൻ്റെ ആദ്യഘട്ടമായ ഒരു MCQ എക്സാം എഴുതി. അതിനുശേഷം 2ാം ഘട്ടം അവിടെ മാഞ്ചസ്റ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു OSCE എക്സാമാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19 എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി.
പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വിസ എനിക്ക് കിട്ടാൻ ഭയങ്കര ലേറ്റായി. ഞാനെൻ്റെ സുഹൃത്തും കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല ഒരുങ്ങാനും. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബമായ തന്നെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഉടമ്പടി എടുത്തതിലുള്ള വ്യത്യാസം അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്നും കുർബാനയ്ക്കൊന്നും പോയിരുന്നില്ല. ഞായറാഴ്ച കുർബാന അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യങ്ങളിലായാലും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൗസ് ഏജൻസി ആയപ്പോൾ ഡ്യൂട്ടീസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് കുർബാനകളൊന്നും പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൃത്യമായി 2 കുർബാന കണ്ടത് ഈസ്റ്ററിനും ക്രിസ്മസിനായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ആദ്യത്തെ ഘട്ടം എനിക്ക് ആ പരീക്ഷ ഞാൻ ഫെയിലായി. അതെനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനോധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഓഗസ്റ്റിൽ അമ്മ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അമ്മയുടെ കൂടെ വരാൻ സാധിച്ചില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് അതും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അമ്മ എനിക്ക് തന്നൊരു ഉപദേശം, അതായത് ചെറുപ്പം തൊട്ട് അമ്മ പറയുമായിരുന്നു. എൻ്റെ അമ്മയും അപ്പച്ചനും അധ്യാപകരായിരുന്നു, 2 പേരും റിട്ടയറായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തുവിന് എന്തായിരുന്നു, ദൈവപുത്രനാണെങ്കിലും 2 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തിരുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. ഒരു ജോലി ഓൾറെഡി വീട്ടിലുണ്ട്, അപ്പോൾ 2ാമത്തെ ജോലി കണ്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറായി. അത് കഴിഞ്ഞ് ഈ പരീക്ഷയുടെ ഫലം ഇങ്ങനെ ആയപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടിയെ പറ്റി എന്താണെന്ന് അറിയില്ല. ഒന്നാമത് കൃപാസനം എന്താണെന്ന് കൃത്യമായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിസംബറിൽ വന്ന് ഒരുങ്ങി ഉടമ്പടി എടുത്തതിനിടയിൽ വലിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. എന്നിട്ട് ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, എന്നാലും വന്ന് ഞാൻ എടുത്തു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിയതും എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹവും ഒരു എനർജിയും കിട്ടി. അതിൽ ഞാൻ ആദ്യമായി രണ്ടാമതൊന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷെ ആദ്യമായിട്ടാണ് തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അതും നല്ല മഞ്ഞുറഞ്ഞിരിക്കുന്ന കാലാവസ്ഥയിലേക്ക്. അത് എനിക്ക് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. എല്ലാം അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി ധൈര്യമായിട്ട്. ജനുവരി 24 ഈ വർഷം ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ല ടഫായിരുന്നു എക്സാം. എനിക്ക് എൻ്റെ കഴിവ് വെച്ച് പാസ്സാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. റിസൾട്ട് ഒരു 3 ആഴ്ചയാകുമ്പോഴേക്കും വന്നു. നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രതീക്ഷയിൽ അപ്പോഴാണ് എനിക്ക് റിസൾട്ട് വന്നത്. പിന്നെ ഈ പരീക്ഷ പൊതുവേ ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് അവിടുത്തെ നാട്ടുകാരെ ഡോക്ടർമാരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ എക്സാം നടത്തി അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് മുതൽ കൂട്ടാക്കിയിട്ടാണ് അവർ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, അതൊരു തടസ്സം വീഴാൻ നമ്മൾ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ദൈവത്തിനെ, അതായത് അമ്മ വഴി ഈശോനെ കൂട്ടുപിടിച്ചപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അതിപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മമാരുടെ അടുത്തേക്കല്ല ആദ്യം പോവുക. അതേപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നേടിത്തന്നു. ഇതോടൊപ്പം ഞാൻ പ്രേക്ഷിത വേല ചെയ്തിരുന്നത്, ഞാൻ പത്രം പറ്റാവുന്നതിലും അധികമായിട്ട് എൻ്റെ ഇടവകയിൽ കുറേ പേർക്ക് അറിയാം, കൃപാസനത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത് കുറച്ച് നീങ്ങിയിട്ടുള്ള ഇടവകളിൽ കൊണ്ടുപോയി കൊടുത്തു, ക്രൈസ്തവർക്ക് കൊടുത്തു. ആരും മുടക്കമൊന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് അത്ഭുതമായി. അതോടൊപ്പം തന്നെ എനിക്ക് പ്രൊഫഷൻ കയറുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവേ ഈ പ്രൊഫഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സയൻസാണ് ഇതിൻ്റെ എല്ലാം ബേസ്. സയൻസ് കൂടുതൽ പഠിപ്പ് മൂക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പതുക്കെ അങ്ങ് പോവും. സയൻസിനാണോ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള സംശയം വരും. പക്ഷെ അതൊക്കെ എനിക്ക് കുറേയൊക്കെ തരണം ചെയ്യാൻ പറ്റി. പ്രാർത്ഥനകളിൽ എന്താ പറയുക, ആ കൃത്യമായിട്ട് തന്നെ അത് പരിപാലിച്ച് പോയിരുന്നത് കൊണ്ട് സയൻസ് അല്ല ദൈവമാണ്. കാരണം മനുഷ്യ ശരീരത്തിലുള്ള ഓരോ എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ പറയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് എളുപ്പമല്ല, ദൈവത്തിന് തന്നെ പറ്റുള്ളൂ. വേറൊരു ശക്തിക്ക് അത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. വേറെ ശക്തി ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ്റെ ഏത് ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം സഹായിച്ചു തരും. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുമൂലം എനിക്ക് എക്സാം ക്ലിയർ ആവാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെ പ്രൊഫഷനിൽ കുറേ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അതിലുമായിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടൊരു വയോധികരെ നോക്കുന്നൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരെ സഹായിക്കാനും ഡോക്ടർ എന്ന നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇവിടുന്ന് പോയി തൃശ്ശൂർ എത്തിയതിന് ശേഷം ആ കാര്യങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. കുർബാനയായാലും രാവിലത്തെ പ്രാർത്ഥനകളായാലും അതുപോലെ തന്നെ ബൈബിൾ വായനയായാലും പ്രേക്ഷിത വേലയായാലും കാരുണ്യപ്രവർത്തികളും മാത്രം ചെയ്യാത്തത്. അപ്പം അതും ഞാൻ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടിയിലേക്ക് കയറിയപ്പോൾ അമ്മ മാതാവ് തന്ന ധൈര്യവും വിശ്വാസം എന്താണെന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. എൻ്റെ പ്രൊഫഷനെ ഒരു തരത്തിലും ഞാൻ എന്താ പറയുക കുറച്ച് പറയല്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുടെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷനും ഇല്ല.
അതെനിക്ക് ഉറപ്പായി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ റിസൾട്ട് അതിന് സാക്ഷ്യമാണ്. അമ്മ മാതാവിനെ ഒരിക്കൽ കൂടി 1000 നന്ദി പറയാണ്. അമ്മയ്ക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ട്. അമ്മയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അമ്മയ്ക്ക് ഞാൻ മൈക്ക് കൈമാറാണ്. മകൻ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇവൻ മാത്രമാണ് മകനായിട്ടുള്ളത്. ഇവനെ ആത്മീയമായിട്ട് വളർത്തണം എന്നുള്ളത് വളരെ വലിയൊരു മോഹമാണ്. അത് ദൈവം നടത്തി തരുന്നതിന് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകുകയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2024-25 വർഷം വളരെ സഹനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഹസ്ബൻഡിന് ഓപ്പറേഷൻ വന്നു. എനിക്ക് 10 വർഷം മുൻപ് ഹാർട്ടിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിനുശേഷം വീണ്ടും ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അവസരത്തിൽ തന്നെ എനിക്കും ഓപ്പറേഷൻ വന്നു. കുറച്ച് ഭീകരമായിരുന്നു. അന്നൊക്കെ ഞാൻ അവർ ഡെയിലി ബ്രെഡ് കൂടിയിരുന്നു ഡിസംബറിൽ. അതിൻ്റെ പുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് 2025 മെയ് മാസത്തിലാണ് ഞാൻ പെൻഷൻ പറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ പെൻഷൻ്റെ പേപ്പറുകൾ കൊടുക്കാനായിട്ട് വൈകി. ജൂണിലാണ് കൊടുത്തത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 93-ലുണ്ടായിരുന്ന ഒരു രേഖ എനിക്ക് കിട്ടേണ്ടിയിരുന്നു. അത് ആലപ്പുഴ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ നിന്നാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു രേഖ സാധാരണ ഒരു സ്കൂളിൽ ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം സ്കൂളിൻ്റെ ബിൽഡിങ് മാറി, ഓഫീസ് മാറി. മാത്രമല്ല ആലപ്പുഴ ഡി ഓഫീസ് തന്നെ മാറി. ഇപ്പം അത് മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ഈ പുളിങ്കുന്ന് സ്കൂളിൻ്റെ ഡി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ രേഖകളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു രേഖ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വഴിയായിട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയൊരു അത്ഭുതമാണ്. 33 വർഷം മുമ്പത്തെ ഒരു രേഖ ഒരു കേടും കൂടാതെ ലഭിച്ചു എന്നത്. ആ രേഖ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ രേഖ ലഭിച്ചതിന് ശേഷമാണ്. തുടർന്ന് അമ്മ മാതാവ് എൻ്റെ പെൻഷൻ കാര്യങ്ങൾ വളരെ വളരെ സ്പീഡാക്കി തന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 3-ാം തീയതി പെൻഷൻ ലഭിക്കാനായിട്ട് ഇടവന്നു. പലതും നൂലാമാലകളിൽപ്പെട്ട് കിട്ടാൻ വിഷമിക്കുന്ന സന്ദർഭത്തിലെ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. കൊന്ത ചൊല്ലുക എന്നുള്ളത്, 4 കൊന്ത ചൊല്ലുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങി വെച്ചതാണ്. മകന് MBBS കിട്ടിയതും ഈ അവനെ കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ ലഭിക്കാതെ ലഭിച്ചിരുന്ന MBBSൻ്റെ സീറ്റ് 4 കൊന്ത ചൊല്ലുക എന്നുള്ള ശീലത്തിലേക്ക് അവനെയും കൊണ്ടുവന്നിട്ടാണ് ഇത് ലഭിച്ചത്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയമായിട്ട് വളരെ വലിയ മാറ്റമാണ് വന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നെ ടീച്ചേഴ്സ് കണ്ടാൽ പറയും, ടീച്ചർ എന്ത് എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. കാരണം എനിക്ക് ആ ആത്മീയമായിട്ടുള്ള ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പ്രേക്ഷിത പ്രവർത്തനം മകൻ പറഞ്ഞതുപോലെ കൃപാസനം പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാപൂർവം തന്നെ കൊടുക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഇത് അവർക്ക് കൈമാറാറുള്ളത്. കാരുണ്യ പ്രവർത്തികളുടെ കാര്യത്തിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെ പിന്നോക്കം വന്നിട്ടുണ്ട്. മുഴുവനല്ല, അതിൻ്റെ കുറവുകൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇനിയും മരണം വരെയും തലമുറകളോളം ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിലേക്ക് എനിക്ക് വരാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ അമ്മയും തിരുക്കുമാരനും അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി ബാബു. കാണക്കാരിലാണ് എൻ്റെ വീട്. ഞാൻ UK-യിൽ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബാബു ലൂക്കോസ്. ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ കൂട്ടുകാരി ശ്യാമ എനിക്ക് ഇവിടുത്തെ ഒരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു.
12 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 9 വർഷമായിട്ട് ഞങ്ങൾക്ക് വിസ ഇല്ലായിരുന്നു. വിസ ഓരോ ആപ്ലിക്കേഷൻ ഇടുന്നതും അത് റിജക്ഷൻ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 2025 ഓഗസ്റ്റ് 6 ഫാദർ ജോസഫ് എയിൽസ്ഫോർഡ് കെൻറ്റിൽ ഒരു റിട്രീറ്റ് നടത്തി. അപ്പോൾ ഞാനും 2 കുട്ടികളും പോയി അവിടെ ഉടമ്പടി എടുക്കുവാൻ ഇടയായി. ആ ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. 2 മാസത്തിനുള്ളിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു. ഒക്ടോബർ 13 മാതാവിൻ്റെ ഫാത്തിമ മാതാവിൻ്റെ അപ്പാരിഷൻ ഡേയിലാണ് ഞാൻ ഒരു ഡേറ്റ് ഇട്ടത്. എനിക്ക് വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അതേ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ അടിക്കുകയും എനിക്ക് വിസ അപ്രൂവായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വിസ അടിച്ചതിൽ തന്നെ എനിക്ക് ഫുൾ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടിയുള്ള എല്ലാ ബെനിഫിറ്റോടും കൂടിയാണ് എനിക്ക് വിസ കിട്ടിയത്. അങ്ങനെ ഒരു ഇന്നേ വരെ UK ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. വീണ്ടും ഞങ്ങൾക്ക് വീടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഞാനൊരു ഹോം കെയർ ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. കോർട്ട് ഓർഡർ കിട്ടി. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജോസഫ് അച്ഛൻ വന്നപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചെങ്കിലും എനിക്ക് ജോസഫ് അച്ഛനെ കാണാനും എൻ്റെ ഈ പ്രശ്നം പറയുവാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 27 എനിക്ക് അവിടെ നിന്നും പോകേണ്ടിയിരുന്നത്. ഞാൻ ഒക്ടോബർ 25 ഡേറ്റ് ഇട്ടു. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് അമ്മ മാതാവ് വീട് അപ്രൂവ് ചെയ്തു തന്നു. കൗൺസിൽ ഫ്ലാറ്റ് 4 ബെഡ്റൂമിൻ്റെ ഹൗസ്. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ ഒക്ടോബർ 27 4 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ അവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് അവരുടെ ചിലവിൽ എന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അതും നല്ല സൗകര്യമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം അടുത്തുള്ള ട്രാൻസ്പോർട്ട് സൗകര്യമുള്ള ചർച്ച് വിതിൻ 5 മിനിറ്റിൽ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റിയ ഒരു കത്തീഡ്രൽ പോലെയുള്ള ഒരു ചർച്ച് അടുത്ത് അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പുതിയ അക്കോമഡേഷൻ കിട്ടിയത്. ഞങ്ങളുടെ യാത്ര ഉടനീളം മഴവില്ല് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങളെ അതിശയപ്പെടുത്തി. ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് തരുന്ന വീടാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥിരീകരിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടിരുന്നു. അത് 12 വർഷമായിട്ട് ഞങ്ങളുടെ ലോക്കറിലുണ്ടായിരുന്നു ബാങ്കിൻ്റെ. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എവിടെയാണെന്ന്. അങ്ങനെ അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ലോക്കർ ഇപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾ അത് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നു. ഞങ്ങളത് തുറന്നപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. പാസ്പോർട്ട് റിന്യൂ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തടസ്സമായിരുന്നു. പോകുമ്പോഴെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുമ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചപ്പോൾ ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് കിട്ടി അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ സമയത്ത് ചെന്നു. ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശ് വരച്ച് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. പറഞ്ഞതിലും മുൻപ് തന്നെ എനിക്ക് ഞങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ 12 വർഷമായിട്ട് നാട്ടിൽ വരാൻ കഴിയാതിരുന്ന എൻ്റെ അമ്മയെ കാണുവാനും എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണുവാനും എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് ഈശോ വഴിയായി ഇടയാക്കി തന്നു. ഇവിടെ വന്നിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും എന്നാൽ കഴിയും വിധമുള്ള ഡൊണേഷൻസൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്രം ഇപ്പോൾ ഞാൻ പോകാൻ സമയം 6 ബണ്ടിൽ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ കൊണ്ടുപോയി അത് വിതരണം ചെയ്യും.
പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാശ് രൂപവും ഉപ്പും മറ്റുള്ളവർക്ക് വാങ്ങി അവിടെ കൊടുക്കാറുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പോകുന്നവരുടെ കൈവശം പൈസ കൊടുത്തു വിട്ട് വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാനും കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാനും ജീവിത പങ്കാളിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരിക്കുന്നത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. ജപമാല എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഒരു ഫണ്ട് റൈസിങ് നടത്തുന്നുണ്ടായിരുന്നു. അത് ഒരു ചർച്ചിൽ നിന്നും 8.5 കിലോമീറ്റർ അകലെ ഒരു കോൺവെൻറ്റ്, അത്രയും ദൂരേക്കുള്ള ഒരു വോക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ആ ഫണ്ട് റൈസിങ്ങിൻ്റെ കൂടി ഞങ്ങൾ ജപമാല ചൊല്ലി, അങ്ങനെ 12 ജപമാല ചൊല്ലി പോയിന്റിലെത്തി. അത് എനിക്ക് വലിയൊരു സംതൃപ്തി നൽകി. കാരണം എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് ശരിയാം വിധം നടന്ന് ആ സ്ഥലത്തെത്തി. എനിക്ക് ഇങ്ങോട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകമായിരുന്നു. ഞാൻ കൊച്ചിനോടും ഹസ്ബൻഡിനോടും ചോദിച്ചു, നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന്. മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരമ്മച്ചി ഒത്തിരി സീരിയസ് ആയി കിടന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് വേണ്ടി 1000 മണി ജപമാല ചൊല്ലി. ആ അമ്മച്ചി ആ സിക്നസ്സിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ പലപ്പോഴും 4 വട്ടം ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. പലപ്പോഴും അത് തീരുന്നതും വെളുപ്പിന് 1:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തീരുന്നതൊക്കെ. പക്ഷേ മടി കൂടാതെ ഭക്തിപൂർവ്വം എനിക്കത് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. 1000 മണി ജപമാലയുടെ ശക്തി വളരെ അധികമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിലും വളരെ അത്ഭുതം എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുപോലെ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനം ഞാൻ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദവും ആയിരുന്നു. എല്ലാവരും ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.